നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ നെല്ലിക്ക ജ്യൂസ് നമ്മുടെ ചർമ്മത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മത്തിലുള്ള ചെറിയ ചെറിയ പാടുകളൊക്കെ ഒന്ന് കുറയ്ക്കാനും ചർമ്മം ഗ്ലോയിങ് ആയിരിക്കാനും നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാനും ഒക്കെ നെല്ലിക്ക ജ്യൂസ് സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിക്ക ജ്യൂസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ വളരെ ഫലപ്രദമായിട്ടുള്ള മാസ്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ഒരു മാസ്ക് തയ്യാറാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, നെല്ലിക്ക, തേൻ എന്നിവയാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. 2 എണ്ണമായാലും മതി. ഇതൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നെല്ലിക്കയില് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് പിഗ്മെന്റേഷൻ കുറയ്ക്കും. ഇതിന് നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. ഇത് നല്ല ഒരു ക്ലെൻസർ ആയിട്ട് പ്രവർത്തിക്കും. അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ലൈറ്റൺ ചെയ്യാനും ഈ നെല്ലിക്ക ജ്യൂസ് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ ഇവിടെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് മാത്രം ആക്കി എടുക്കുക. നമുക്കിവിടെ ഏകദേശം ഒരു 2 സ്പൂണോളം ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും മതിയാകും. ഒരു തവണത്തെ യൂസിനൊക്കെ ഇത് മതിയാകും. ഒന്നല്ല, നമുക്കൊരു 1-2 തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ജ്യൂസിൽ തേൻ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ അളവിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചർമ്മത്തെ ഓയിലി ആകാതെ മോയ്സ്ചറൈസ് ചെയ്യാനും ചർമ്മം ഗ്ലോയിങ് ആകാനും അതുപോലെ തന്നെ ആക്നെയെ തടയാനും ഒക്കെ ഈ തേൻ സഹായിക്കുന്നുണ്ട്. തേൻ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തേൻ ഈ ജ്യൂസിൽ ലയിച്ച് കിട്ടണം. ഇനി തേൻ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണിന് 1/4 സ്പൂണാണ്, അല്ലാത്ത പക്ഷം ഒരു നുള്ള് ചേർത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മഞ്ഞളിലെ ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട്. ഇത് ചർമ്മം ഗ്ലോയിങ് ആക്കും. അതുപോലെ ചർമ്മം ബ്രൈറ്റ് ആക്കാനൊക്കെ ഇത് നല്ലതാണ്. മഞ്ഞളും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചർമ്മത്തിൽ അപ്ലൈ ചെയ്യാം. ഇത് നേരിട്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഫേസ് മാസ്ക് പോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ജ്യൂസിൽ മുക്കി വെച്ചിട്ട് അത് മുഖത്ത് വെച്ചാലും മതിയാകും. ഇപ്പൊ ഞാനിവിടെ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. വെള്ളത്തിന്റെ കൺസിസ്റ്റൻസിയാണ് ഈ ഒരു മാസ്കിന്. അതുകൊണ്ട് തന്നെ ഇത് മുഖത്തിരിക്കുന്നതിൻ്റെതായ യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാവുകയില്ല. അതുപോലെ ചർമ്മം നല്ല ഫ്രഷ് ആകാനും കൂളാകാനും ഒക്കെ ഈ ഒരു മാസ്ക് സഹായിക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് മുഖത്തിരിക്കാനായിട്ട് വെക്കുക. നമ്മുടെ മുഖത്തുള്ള പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു മാസ്ക് വളരെ സഹായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മുഖം കഴുകിയിട്ടുണ്ട്. മുഖം നല്ല ഫ്രഷും അതുപോലെ കൂളും വളരെ ക്ലീനുമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആഴ്ചയിൽ ഒരു 3 തവണ വൈകുന്നേര സമയങ്ങളിൽ ഈ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ 3 തവണ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാസ്ക് ആണിത്. വേറൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ചർമ്മം ഒന്ന് ഗ്ലോയിങ് ആകാനും ക്ലിയർ ആകാനും ഒക്കെ ഈ ഒരു മാസ്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.